ഈ സ്ഥലത്തിൻ്റെ പേര് പുലിയണിപ്പാറ എന്നാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 1.25 കിലോമീറ്ററോളം അകലെയാണിത്. ഞാൻ ഇതിനു മുമ്പ് 1-2 തവണ വന്നിട്ടുണ്ട്. എന്നാലും അന്നൊന്നും വീഡിയോ പിടിക്കാനോ ഒന്നും പറ്റിയില്ല. ഇവിടെ ഒരുമാതിരി നല്ല ഉയരത്തിലുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഉത്സവം അടുത്ത ആഴ്ചയിലോ മറ്റോ ആണ്. അപ്പോൾ കുറേ നാൾ കൊണ്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇവിടെയൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കും. നല്ല സ്ഥലം, മരങ്ങൾ, ചെടികൾ, ഒരുവിധം നല്ല ഉയരത്തിലുള്ളൊരു സ്ഥലമാണ് ഇരിക്കുന്നത്. ചുറ്റുമുള്ള ടൗണിനേക്കാളും മലകളെക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ സാധിക്കും, പുലിയണിപ്പാറ എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ചുറ്റും പാറയാണ്. പാറയുടെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. നല്ലതാണ് സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ മരങ്ങൾ. ഇവിടെ ഒരു പാറക്കുഴി ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതിൽ കുറേ വേസ്റ്റുകളൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. ഈ വേനൽക്കാലത്ത് ഇവിടെ ഒരു പാറക്കുഴിയിൽ വെള്ളമുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട് ഇതിനകത്ത്. പിന്നെ താഴെയൊക്കെ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ആളുകൾ വന്നിരിക്കാറുണ്ട്. കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് ആളുകൾ വന്ന് അവിടെ താഴേക്ക് ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നല്ല കുത്തനെ പാറ, ചെങ്കുത്തായ പാറ. ഇങ്ങനെ താഴെ ഭാഗങ്ങളിലൊക്കെ വീടുണ്ട്. ഒരുപാട് വീടുകളുണ്ട്. അടുത്തടുത്തായിട്ട് ചെറിയ ചെറിയ വീടുകളുണ്ട്. ഈ പാറ കുറേ ഏക്കറുകളുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. പരന്ന് കിടക്കുകയാണ് പാറ. കുറേയേറെ സ്ഥലങ്ങളിലുണ്ട്. കുറേ ഏക്കറുകളോളം പാറയാണ്. ഇവിടെ പണ്ട് പുലിയൊക്കെ വരുമായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും പുലിയണിപ്പാറ എന്ന് പേര് കിട്ടിയത്. വരാൻ കാണാൻ ഇത് ഈ ചുറ്റും പാറയാണ്. ഈ ക്ഷേത്രത്തിന് ചുറ്റും പരന്ന് കിടക്കുന്ന പാറകളാണ്. കുറേയേറെയുണ്ട്. എത്ര ഏക്കറുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. ഒത്തിരി ദൂരത്തേക്ക് പാറ കിടക്കുകയാണ്. ഇതിൻ്റെ 3 വശമാണ് ഞാൻ എടുത്തത്. 4ാമത്തെ വശം അപ്പുറത്താണ്. അങ്ങോട്ട് കടന്ന് നോക്കട്ടെ കേട്ടോ, ഇത് പറയാം. ഈ പാറ ഒരുപാട് ഒത്തിരി ദൂരത്തേക്ക് പരന്ന് കിടക്കുകയാണ് പാറ. മറ്റേ വശത്തേക്കും കൂടി പോവാം. ഇത് വീഡിയോയിലൊന്നും കാണുന്നതിനേക്കാൾ ഇരട്ടി ഭംഗിയുണ്ട് ഇവിടെ വന്ന് കാണുമ്പോൾ. വൈകുന്നേരങ്ങളിലാണ് വരേണ്ടതെന്നേ ഉള്ളൂ. ഉച്ചയ്ക്കൊക്കെ വന്നാൽ നമ്മൾ പൊള്ളി ചത്തുപോകും.
ഇവിടെ കിണറൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, കിണറുണ്ട്. ഈ മലമുകളിൽ ഇവിടെ വെള്ളമുണ്ട്. ഇവിടെ മോട്ടർ വെച്ചാണ്ട് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം എടുക്കുന്നത്. ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ. മോട്ടർ വെച്ച് ഈ പാറപ്പൊക്കത്ത് വെള്ളം എടുക്കുന്നത്. ചുറ്റും കാര്യം പാറകളാണ്. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.